എസെക്കിയേൽ 35-ാം അധ്യായം. ഏദോമിന് ശിക്ഷ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, സെയിർ മലയ്ക്കു നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക. അതിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, സെയിർ മലയെ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിനക്കെതിരെ ഞാൻ കരം നീട്ടും. ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും. നീ വിജനമായി തീരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത്, അന്തിമ ശിക്ഷയുടെ കാലത്ത് വാളിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ, ഞാൻ നിന്നെ രക്തത്തിന് ഏൽപ്പിക്കുന്നു. അത് നിന്നെ പിന്തുടരും. നീ രക്തം ചൊരിഞ്ഞു, രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. സെയിർ മല ഞാൻ വിജനവും ശൂന്യവുമാക്കും. അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും. നിഹതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും. വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും. നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും. മേലിൽ നിന്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. കർത്താവ് അവിടെയുണ്ടായിട്ടും ഈ 2 ജനതകളും രാജ്യങ്ങളും എൻ്റേതാകും. ഞാൻ അവ കൈവശമാക്കും എന്ന് നീ പറഞ്ഞു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ, അവരോടുള്ള വിരോധം നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയയ്ക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും. നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും. അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. എനിക്കെതിരെ നിങ്ങൾ വമ്പ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു. ഞാൻ അത് കേട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഭവനത്തിൻ്റെ അവകാശം ശൂന്യമായതു കണ്ട് നീ സന്തോഷിച്ചു. അവരോടെന്ന പോലെ നിന്നോടും ഞാൻ വർത്തിക്കും. സെയിർ മലയെ, ഏദോം മുഴുവനുമേ, നീ വിജനമാകും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. കർത്താവിൻ്റെ വചനം.